നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിന്റെ ആകാശത്ത് വീണ്ടും തീപ്പൊരി. ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ മിസൈൽ വർഷം ഒരു മുന്നറിയിപ്പോ, അതോ യുദ്ധത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമോ? ഇസ്രായേൽ നേരിട്ട് ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെ നിഴൽ യുദ്ധം അവസാനിച്ചു. ഇനി തുറന്ന പോരാട്ടത്തിന്റെ തുടക്കം. ഇതൊരു സാധാരണ എയർ സ്ട്രൈക്ക് അല്ല. ഇത് ശക്തിയുടെ രാഷ്ട്രീയം, പ്രതികാരത്തിന്റെ രാഷ്ട്രീയം, ആധിപത്യം ഉറപ്പിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ വാർ ഗെയിം. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഉയർന്ന മിസൈലുകൾ അയൺ ഡോം നിർവീര്യമാക്കി. പ്രതീക്ഷ പോലെ ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചതോടെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഭീതിയിലായത് ഗൾഫ് രാജ്യങ്ങൾ. ആ തീയുടെ ചൂട് ലോക സമാധാനത്തെയും എണ്ണവിലയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുമോ? ഇസ്രായേൽ അതിരുവിട്ടോ? ഇറാൻ തിരിച്ചടിക്കുന്നത് യുദ്ധത്തിലേക്ക് നയിക്കുമോ? ഇറാൻ ഭരണകൂടത്തെ ആണവ നിർവ്യാപനത്തിലേക്ക് നയിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വിജയിക്കുമോ? ഖമനേയി അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിടിക്കപ്പെടുമോ? പ്രൈം ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റ് തീയിൽ, ലോകം ഭീതിയിൽ. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു, അതും അമേരിക്കയുടെ പിന്തുണയോടെ. ട്രംപ് ആ പ്രഖ്യാപനവും നടത്തി. ഇറാനെ ആണവ നിർവ്യാപനത്തിലേക്ക് നയിക്കുന്നതുവരെ പോരാട്ടം തുടരും. ഭീകരവാദത്തിന്റെ സ്പോൺസറാണ് ഇറാൻ. ഭരണകൂട ഭീകരതയ്ക്ക് തെളിവാണ് ഇറാൻ ഭരണകൂടം. അതുകൊണ്ട് ആ ഭരണകൂടം ആണവായുധങ്ങൾ ശേഖരിക്കുന്നത് അമേരിക്ക അനുവദിക്കില്ല. ഇതാണ് ഇറാനെ ആക്രമിക്കാനുള്ള കാരണം. അതേസമയത്ത് തന്നെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ നിർവ്യാപനത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് മൂന്നാം വട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇറാന് നേരെ. പക്ഷേ ഇറാൻ തിരിച്ചടിച്ചു. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പറന്നു. പക്ഷേ അയൺ ഡോം, സുശക്തമായ സുരക്ഷാ സംവിധാനം ഇസ്രായേലിൻ്റേത്, ഇറാന്റെ മിസൈലുകളെ നിർവീര്യമാക്കി. അതേസമയത്ത് തന്നെയാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായത്. അത് ഗൾഫ് രാജ്യങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഗൾഫിലെ GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത്, അതും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ. നേരത്തെയും ജനവാസ മേഖലയ്ക്ക് നേരെ സൈനിക താവളങ്ങളെ ആക്രമിക്കുമ്പോൾ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ അറിയിക്കുന്നു ഇത്തവണയും. പക്ഷേ അവിടെയും ജനങ്ങൾ ഭീതിയിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ. അതുകൊണ്ടാണ് വിമാന സർവീസുകൾ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ രാജ്യത്ത് നിന്നും, ഇന്ത്യയിൽ നിന്നുമുള്ള വിമാന സർവീസുകളും മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള സർവീസുകൾ മുടങ്ങിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഈ ആക്രമണത്തിന്റെ ഭീതിയിലാണ് ഇപ്പോൾ. ഇറാനെ തീർക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ആണവ നിർവ്യാപനം, അതാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ആണവായുധങ്ങൾ കൈവശം വെക്കരുത് ഇറാൻ എന്നുള്ളതാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്, ഇസ്രായേലിന്റെയും മുന്നറിയിപ്പ്. പക്ഷേ ഇറാൻ ഇതിന് വഴങ്ങിയിട്ടില്ല. പരമോന്നത നേതാവ് ഖമനേയി ആണ് അമേരിക്കയുടെ ലക്ഷ്യം, ഇസ്രായേലിന്റെ ലക്ഷ്യം. ഖമനേയിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരിച്ചടിക്കുമെന്നും പാഠം പഠിപ്പിക്കുമെന്നുമാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും. ഭീതിയിലാണ് മധ്യേഷ്യ എന്ന് തന്നെ പറയേണ്ടി വരും. ലോകം ആശങ്കയോടുകൂടിയാണ് യുദ്ധസമാനമായ ഈ സാഹചര്യത്തെ കാണുന്നത്. 51 വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് ഇറാനിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണത്തിൽ. തിരിച്ചടിച്ച ഇറാന്റെ മിസൈലുകൾ പക്ഷേ നിർവീര്യമാക്കുവാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ തുടർന്നാൽ അത് ഗൾഫ് രാജ്യങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ജിയോ പൊളിറ്റിക്സ് ഇപ്പോൾ കണ്ടുവരുന്നത്. മധ്യേഷ്യയുടെ പൊളിറ്റിക്സ് ഇതാണ്. അവിടെ ഇസ്രായേലും അമേരിക്കയും ഒരു വശത്തും ഇറാൻ മറുവശത്തും നിന്നുള്ള പോരാട്ടമാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. പ്രൈം ഡിബേറ്റിൽ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ MS വേണുഗോപാൽ, ശ്രീ സ്റ്റീഫൻ ഇസ്രായേലിൽ നിന്ന് ചേരുന്നു. രഘുനാഥ് ചൈതന്യ മുൻ വ്യോമസേന ഓഫീസറാണ്, അദ്ദേഹവും ചേരുന്നു. ധനേഷ് മുരളി ബഹ്റൈനിൽ നിന്ന് ചേരുന്നു. സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഇത് ഒരു യുദ്ധത്തിന്റെ തുടക്കം എന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ലേ ഇപ്പോൾ? ഖേദകരമെന്ന് പറയട്ടെ, ഇതൊരു യുദ്ധത്തിന്റെ തുടക്കമായി മാറിയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് പ്രശ്നത്തിലായിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പരിസര പ്രദേശങ്ങളിലുള്ള രാഷ്ട്രങ്ങളെ മുഴുവൻ ആക്രമിക്കാൻ തയ്യാറായത്. അവർ പറയുന്നത് തങ്ങൾ US ബേസിനെയാണ് ആക്രമിച്ചതെന്ന്. പക്ഷേ അവരുടെ ലക്ഷ്യം എല്ലാ മധ്യേഷ്യൻ രാഷ്ട്രങ്ങളെയും പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളെയും അറിയിക്കുക,
കൂടിയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കുമ്പോൾ മറ്റൊന്നും നോക്കില്ല എന്നുകൂടി അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ US മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊള്ളുക സമാധാനത്തിനായി എന്നൊരു സന്ദേശവും കൂടി ഉണ്ട് എന്ന് അനുമാനിക്കുകയാണ്. അതായത് ഇപ്പോൾ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ GCC രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാണാം. അത് ഇറാന്റെ മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് നേരെ. അത് പ്രതീക്ഷിതാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട്. ആ സൈനിക താവളങ്ങൾക്ക് നേരെ സ്വാഭാവികമായിട്ടും ഇറാൻ ആക്രമണം നടത്തും. ഇപ്പോൾ ധനേഷ് മുരളി ചേരുന്നുണ്ട്. ധനേഷ് ബഹ്റൈനല്ലേ ഉള്ളത്? എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി? ആശങ്കയുണ്ടോ അവിടെ? എത്ര തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ടാവും? എവിടെയൊക്കെയാണ്? എന്താണ് ബഹ്റൈൻ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ? തീർച്ചയായിട്ടും ബഹ്റിനെ സംബന്ധിച്ച് ഏകദേശം 3.5 കോടി ഇന്ത്യക്കാരുണ്ട്. അതിൽ ഏകദേശം 2 ലക്ഷത്തോളം മലയാളികളാണ്. ബഹ്റിന്റെ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഒരു വലിപ്പം നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഒരു ജില്ല, ഏകദേശം ഒരു ആലപ്പുഴ ജില്ലയുടെ അത്രയും മാത്രം വരുന്ന ഒരു ഐലൻഡാണ്. അപ്പൊ അവിടെ രാവിലെ ഫസ്റ്റ് ഒരു മിസൈൽ വന്ന് പതിക്കുന്നത് രാവിലെ ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ്. അപ്പൊ നമ്മളിതൊന്നും സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു സമയത്തായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ മുമ്പ് വരെ വളരെ ശക്തമായ രീതിയിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ചെറിയ ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും US നേവിയുടെ 5th ഫ്ലൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ജുഫേറിലാണ്. അപ്പൊ ജുഫേർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്, നമ്മുടെ നാട്ടിലെ ഒരു സിറ്റി എന്ന് പറയാം. അപ്പൊ ആ സ്ഥലത്തേക്കാണ് നിരന്തരമായിട്ട് മിസൈൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ ജനവാസ മേഖലയെയും ബാധിച്ചിട്ടുണ്ട് എന്നാണോ ഇപ്പോൾ? അതാണോ ശ്രീ ധനേഷ് അവിടെ ഈ ആശങ്കയുണ്ടാക്കാൻ കാരണം? അങ്ങനെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ ജുഫേർ എന്ന് പറയുന്ന സ്ഥലത്ത് US നേവിയുടെ ഞാൻ പറഞ്ഞ പോലെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അത് ആളുകൾ താമസിക്കുന്ന സ്ഥലവും കൂടിയാണ്. അപ്പൊ അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവിടെ താമസിക്കുന്നു. അപ്പൊ അവർ കുടുംബവുമായിട്ട് എന്റെ ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അതുപോലെ ഞാനൊരു അസോസിയേഷന് പ്രതിനിധി കൂടിയാണ്. നമ്മുടെ അസോസിയേഷന് ആളുകൾ മെമ്പേഴ്സിനെ എല്ലാവരും നമ്മൾ 2 മണിക്കൂർ മുമ്പ് മുതൽ തന്നെ അവിടുന്ന് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇപ്പോൾ സ്റ്റീഫൻ ഉണ്ട്. സ്റ്റീഫൻ ചേരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. സ്റ്റീഫൻ, അവിടെ ഇസ്രായേലിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സുശക്തമായ സുരക്ഷാ സംവിധാനമാണല്ലോ ഉള്ളത്. ഏത് മിസൈലുകളെയും നിർവീര്യമാക്കാൻ പറ്റുന്ന സംവിധാനം. ഇറാനിൽ നിന്ന് ഏത് നിമിഷവും മിസൈലുകൾ പതിക്കാം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കിട്ടിയിരുന്നല്ലോ, അല്ലേ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം താങ്കൾ താമസിക്കുന്ന സ്ഥലത്ത്? ഇവിടെ നമ്മൾക്ക് ഇന്ന് ഇവിടുത്തെ സമയം വരെ 8 മണിയോടെയാണ് നമുക്ക് ഒരു പ്രിക്കോഷൻ അലാറം വീണത്. ആ അലാറം വീണപ്പെടുത്തുന്ന നമ്മൾ പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ വരും ദിവസങ്ങളിൽ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ 8:30 മണിയായപ്പോഴത്തേന് നമുക്ക് മൊബൈലിൽ നമുക്ക് അലാറം വീണു. ഫുൾ ഇവിടെ ഇസ്രായേലിൽ മൊത്തം അലാറം വീണു. നമുക്ക് മെസ്സേജും വന്നു. ഇതണക്ക് നമ്മൾ അലേർട്ടായിരിക്കാനായിട്ട് നമുക്ക് മെസ്സേജ് വന്നു. അതിന് ആ സംവിധാനം ഉള്ളത് കൊണ്ട് നമുക്ക് മുൻകൂട്ടി നമുക്കത് അറിയാനും പറ്റി. അറിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമുക്കുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കുള്ള ആളുകൾ പാനിക് ആവുകയോ അല്ലെങ്കിൽ ഇത് പരിഭ്രാന്തി അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഇല്ല. കാര്യം ഓൾറെഡി ഇവിടുത്തെ സംവിധാനം ഗവൺമെന്റ് നമ്മളെ മുൻകൂട്ടി അറിയിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും വളരെ സേഫ് ആണ്. പിന്നെ അതിനുശേഷം ശക്തമായ ആക്രമണം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാഷ്വാലിറ്റിയോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗുരുതരമായിരുന്നു. അവിടെ 51 വിദ്യാർത്ഥികൾ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇസ്രായേലിൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അല്ലേ? അതെ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് വിക്ഷേപിച്ചിരുന്ന കംപ്ലീറ്റ് ബാലിസ്റ്റിക് മിസൈൽസും ഇവിടെ തന്നെ അവരെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇതിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, ഖമനയെ ലക്ഷ്യമിടുകയാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട്. പക്ഷേ ഖമനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുവാൻ, പരമോന്നത നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും ആത്യന്തികമായി എണ്ണയാണ് ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ. നോക്കൂ മഞ്ജുഷ, ഇപ്പം ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് കോൺഫ്ലിക്റ്റ് അവരുടെ ഇറാൻ US ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ ഇതേപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇരുന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇറാന് വരാൻ പോകുന്നത് എന്താണോ ഇറാഖിന് സംഭവിച്ചത് അത് തന്നെയാണ്. ഈ ടോക്ക് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഐവാഷ് മാത്രമാണ്. ഇറാനിൽ ഒരു
റെജീം ചേഞ്ച് അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല, മുഴുവൻ ഗൾഫ് GCC രാജ്യങ്ങളും ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇറാനുമായിട്ട് ഒരു മികച്ച ബന്ധത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. ഇത് ഡിസൈഡഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ നടന്ന ടോക്ക് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഐവാഷ് മാത്രമാണ്. ഇതേപോലെ തന്നെ ഇറാഖുമായിട്ടും ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ രാസായുധങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞിട്ടായിരുന്നു കയറി അടിച്ചത്. അതൊരു കാരണം മാത്രമായിരുന്നു. ഇറാഖിന്റെ ആ സദാം ഹുസൈന്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുക. അവിടെ ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും നല്ല രീതിയിൽ ആക്സസ് ഉള്ള ഒരു ഭരണകൂടത്തിനെ അവിടെ സ്ഥാപിക്കുക. ഭരണകൂടം എന്ന് വേണേൽ പറയാം. അത് തന്നെയാണ് ഇനി ഇറാനിലും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ വേറൊന്ന്, ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞ ആ ജൂണിൽ നടന്ന വാറില്, ആ സമയത്തെ കോൺഫ്ലിക്റ്റില് ഏതാണ്ട് നല്ലൊരു ശതമാനം നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആകപ്പാടെ ദുർബലമായി നിൽക്കുന്ന, ഇപ്പോൾ അതുപോലെ ജനപിന്തുണയും നഷ്ടപ്പെട്ട, ഇൻഫ്രാസ്ട്രക്ചറും നഷ്ടപ്പെട്ട, അതായത് അങ്ങേയറ്റം ദുർബലമായ ഒരു അവസ്ഥയിലാണ് ഇറാൻ ഉള്ളത്. ഇപ്പൊ കയ്യിലിരിക്കുന്ന എല്ലാം കൂടെ എടുത്ത് പൊട്ടിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ കയ്യിൽ ആണവായുധമൊന്നും ഇല്ല. ഇപ്പം അതിനുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും അന്ന് നശിപ്പിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ കുറച്ച് സമ്പുഷ്ട യുറേനിയം ഉണ്ടാവും. ആ സമ്പുഷ്ട യുറേനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-60% ഒക്കെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം അവിടെ ഉണ്ടാവും. ഇനി 50 60 ഇനി 90% എൻറിച്ച് ചെയ്ത യുറേനിയം അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു ആണവായുധമാക്കാൻ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ കയ്യിലില്ല. അത് ആ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും കഴിഞ്ഞ് ജൂണിൽ 12 ദിവസത്തെ ആ കോൺഫ്ലിക്റ്റിൽ പോയി കഴിഞ്ഞു. ഇനിയും അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രീ സജിമോൻ ആന്റണി, പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആണവായുധം ഈ ഭീകര രാഷ്ട്രത്തിന്റെ കൈവശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ആണവ നിർവ്യാപനം സാധ്യമായിട്ടുണ്ട് ഇതിനകമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനത്തിൽ ഇത് അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആക്രമണം എന്ന് പറയുമ്പോൾ അത് ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തും, മിസൈലുകൾ വികസിപ്പിച്ചെടുക്കും, ദീർഘദൂര മിസൈലുകൾ. അതാണോ ട്രംപ് ഉദ്ദേശിക്കുന്നത്? അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഇറാൻ ആ രീതിയിലുള്ള മിസൈൽ രൂപകൽപ്പനയിലേക്ക് പോകുന്നു എന്നുള്ളതാണോ ട്രംപിന്റെ ഈ പ്രഖ്യാപനം അത് വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത്? അങ്ങനെയാണോ? മഞ്ജുഷേ, രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യമോ സത്യമാകാൻ പാടുള്ളൂ. അതായത് പ്രസിഡന്റ് ട്രംപിന്റെ വാചകം തന്നെ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ തന്നെ കടമെടുക്കുകയാണെങ്കിൽ, അദ്ദേഹം ഫ്യൂ മന്ത്സിന് മുമ്പ് ഇവിടെ ഡിക്ലെയർ ചെയ്ത്, അല്ലെ വേൾഡിനോട് ഡിക്ലെയർ ചെയ്തിരുന്നായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ ആണവശേഷി ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്നാണ്. എല്ലാ യുറേനിയവും മറ്റു കാര്യങ്ങളും ബോംബും എല്ലാം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അത് കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പ്, അതിൻ്റെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ബിൽഡപ്പ് കണ്ടു. നമ്മൾ ചർച്ചയിൽ ഇരുന്നപ്പം ബിൽഡപ്പ് കണ്ടു, അമേരിക്കയും സഖ്യകക്ഷികളും ബിൽഡപ്പ് ചെയ്ത് കണ്ടു. അതിനുശേഷം ഇന്നലെ ടോണ് മാറിയത്, ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്ത് വന്നപ്പം ഒരു സ്റ്റേറ്റ് ഓഫ് ദ യൂണിയനകത്ത് ഒരു ടോൺ ഉണ്ടായിരുന്നു, ഒരു ഇൻഡിക്കേഷൻ തന്നിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈല് ഏത് മൊമെന്റിലും ഏത് നിമിഷവും അമേരിക്കയിൽ വരാം, ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നാണ് പറഞ്ഞത്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നെങ്കിൽ അന്ന് പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് തെറ്റാണ്. ഇത് ഏതെങ്കിലും ഒന്നോ ശരിയാകത്തുള്ളൂ. വ്യത്യസ്തമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. 6 കാര്യങ്ങളുണ്ട്. സാധാരണ ഇതിനു മുമ്പ് വെനസ്വേലയിൽ നടന്നു, അല്ലെങ്കിൽ ഇറാഖിൽ നടന്നു, അല്ലെങ്കിൽ മറ്റു പല കഴിഞ്ഞ ഫ്യൂ മന്ത്സ് മുമ്പ് ഇസ്രായേൽ ഇറാഖിനെ പോയി സ്ട്രൈക്ക് ചെയ്തപ്പോഴും അതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ 5-6 കാര്യങ്ങൾ ഇത്തവണത്തെ ഒരു വ്യത്യസ്തമായിട്ട് പറയാനുണ്ട്. ഒന്ന്, ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെനിസ്വേലയിൽ പോയപ്പോഴോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇസ്രായേൽ ഇറാന്റെ അടുത്ത് പോയപ്പോഴോ ഒന്നും ട്രംപ് ഓപ്പൺലി ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പൊ ഇത്തവണ ഒരു ഡിക്ലറേഷൻ വന്നു, കൈൻഡ് ഓഫ് ഒരു ഓപ്പൺ ഡിക്ലറേഷൻ. വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സറണ്ടർ ഇമ്മീഡിയറ്റ്ലി, റവല്യൂഷണറി ഗാർഡ്, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇമ്മീഡിയറ്റ്ലി സറണ്ടർ ചെയ്യുക, സറണ്ടർ ചെയ്യുവാണെങ്കിൽ വി വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നുള്ള ഒരു ഡയറക്റ്റ് ആഹ്വാനം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, സാധാരണഗതിയിൽ US കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമ്പം സാധാരണ പ്രസിഡന്റിന്റെ ഒരു വേർഡ് എന്ന് പറയുന്നത് അത് സഡൻ ഇമ്മീഡിയറ്റ് സ്ട്രൈക്ക് ചെയ്ത് പോരുക എന്നുള്ളതാണ്. അതായത് ഒരു രാത്രി കൊണ്ട് തീരുന്ന, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീരുന്ന ആ ഒരു രീതിയിലായിരിക്കും ഒരു മെസ്സേജ് വരുന്നത്. എന്നാൽ ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ മെസ്സേജ് മാസീവ് എന്ന് മാത്രമല്ല, മാസീവ് ആൻഡ് ഓൺ ഗോയിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാണ്ടിരിക്കുന്നത്. മൂന്നാമത്തേത്, ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ട്രംപ് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നത്, അമേരിക്കൻ ലൈഫും ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്
ഇനിയും നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും ഒരു ഭരണാധികാരി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാറില്ലായിരുന്നു. ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു വേർഡ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണു എന്നൊരു ശ്രദ്ധേയമാണ്. നാലാമത്തേത്, ആദ്യമായിട്ടാണ് സാധാരണഗതിയിൽ മിലിറ്ററി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മിലിറ്ററി സെന്ററിൽ അല്ലെങ്കിൽ മിസൈലുകളൊക്കെ ഉള്ള അവിടെയൊക്കെ പോയി സ്ട്രൈക്ക് ചെയ്യും, ലീഡേഴ്സിനെ സ്ട്രൈക്ക് ചെയ്യും, അങ്ങനെയുള്ള വന്നാലും ആദ്യത്തെ ദിവസം തന്നെ സ്കൂൾ കുട്ടികൾ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 40 ഇപ്പൊ 51 എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടാലിയേഷൻ. സാധാരണഗതിയിൽ ഇറാന് റിട്ടാലിയേറ്റ് ചെയ്യുമ്പം ഇസ്രായേലിലേക്ക് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഇത്തവണ അമേരിക്കൻ അസറ്റ്സ് എവിടെയൊക്കെ ഉണ്ടോ അത് ഇവിടെ നിന്നും ഊഹമുണ്ടായിരുന്നു. അതായത് ട്രംപും വാണിംഗ് തരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ചർച്ചയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്തവണ മേ ബി ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഇറാന് ഇസ്രായേലിലേക്ക് മാത്രമായിരിക്കത്തില്ല, അമേരിക്കൻ അസറ്റ്സ് ഗൾഫ് റീജിയനിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ കുവൈറ്റില്, അബുദാബിയില്, ബഹ്റൈനില്, സൗദിയിലും ഒക്കെ മിസൈലിന്റെ കഷ്ണങ്ങൾ വന്നു എന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇതൊരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് നീങ്ങില്ല എന്ന് നമുക്ക് ആശ്വസിക്കാമെന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ എന്തായാലും ഈ ഒരു ആക്രമണം തുടരുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണിത്. അത്രമേൽ സമ്മർദ്ദം ഗൾഫ് രാജ്യങ്ങളുടേതായിട്ട് വരും ഇങ്ങോട്ട്, അല്ലെ? അതുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അമേരിക്ക ഒരു കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ അമേരിക്ക ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വരുമ്പോൾ ലോകത്തിലുള്ള ഒരു 90% രാജ്യങ്ങൾ, ഇൻക്ലൂഡിംഗ് യൂറോപ്പ്, കാനഡ ഉൾപ്പെടെ, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് അൺഈക്വലി പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് കയറാറുണ്ട്. പക്ഷെ ഇത്തവണ ഒരു മിക്സ്ഡ് റിയാക്ഷൻ ആണ് ഇവിടെ നിന്നുള്ള ഒരു ഒബ്സർവേഷൻ വരുന്നത്. എന്നാൽ ഇതൊന്നും ഈ ട്രംപിന്റെ ആക്ഷനെ പിന്തിരിപ്പിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം എന്താണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് നേടിയെടുക്കും എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഇൻഡിക്കേഷനും വരുന്നുണ്ട്. കാരണം ഓൾറെഡി ഖമനിയുടെ ആ ബംഗ്ലാ പാലസിന്റെ അടുത്തൊക്കെ ബോംബ് വീണെന്നും അവിടുത്തെ ചിത്രങ്ങളൊക്കെ ഇവിടുത്തെ മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ കാഷ്വാലിറ്റീസ് അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാൽ മിക്സ്ഡ് റിയാക്ഷൻ ആണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ തവണത്തെ പോണക്ക് ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു ഓപ്പറേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുമ്പേ ഷാബു പ്രസാദ് പറഞ്ഞോട് ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഇറാന് ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ ആയുധങ്ങൾ കുറവായിട്ടുണ്ട്, റീപ്രൊഡക്ഷൻ അത്രയും വന്നിട്ടില്ല. ചൈനയും റഷ്യയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം വെർബൽ കമ്മിറ്റ്മെന്റുകളാണ്. സപ്ലൈ ഒന്നും വന്നതായിട്ട് നമുക്ക് അറിവില്ല, അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സ് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് അറിവില്ല. മൂന്നാമത്തേത്, ഓൾറെഡി മിലിറ്ററി ബേസ് അല്ലെങ്കിൽ കുറെ ലീഡേഴ്സ് ഒക്കെ ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞു, മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് കുറെയൊക്കെ നശിച്ചു കഴിഞ്ഞു. അതിന്റെ ഇറാൻ അതിന്റെ വീക്കസ്റ്റ് ഏരിയയിലാണ്. എങ്കിൽ പോലും അവര് ഒരു വാസ്റ്റായിട്ട് തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മഞ്ജുഷ ഇവിടുന്ന് പറയാനുള്ളത്. ശ്രീ രഘുനാഥ്, ഇതേ വിലയിരുത്തൽ തന്നെയാണോ താങ്കൾക്കും ഉള്ളത്? ഇറാൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിലെ സുരക്ഷാ സംവിധാനം അത്രയ്ക്ക് ശക്തമാണ്. പക്ഷേ എങ്കിലും ഇറാനെ പൂർണ്ണമായിട്ടും നേരിടാൻ, ഇസ്രായേൽ ഒരു കാഷ്വാലിറ്റി ഇല്ലാതെയും നേരിടാൻ അത് ഇസ്രായേലിന് സാധിക്കുമോ ഈ സമയത്ത്? അതോടൊപ്പം തന്നെയാണല്ലോ ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ. ശ്രീ മഞ്ജുഷ, ഇതിനകത്ത് ഇതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റഡി ചെയ്യണം. കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. ഓക്കെ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിലേക്ക് ഇറാൻ വിട്ട മിസൈലുകളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേലിനുള്ളത്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഡേവിഡ് സ്ലിംഗ് ആയാലും അയൺ ഡോം ആയാലും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ വളരെ ശക്തമായി. അപ്പൊ അതിനെ പോലും സാച്ചുറേറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ് ഇറാൻ അന്ന് ചെയ്തത്. അതായത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ 50 എണ്ണത്തിനെ ഒരേ സമയത്ത് എൻഗേജ് ചെയ്യാൻ സാധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 150 എണ്ണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 എണ്ണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 50 എണ്ണത്തിനെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ 60 മിസൈൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 50 എണ്ണത്തിനെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 എണ്ണം ഭൂമിയിൽ വന്ന് പതിക്കും. അപ്പൊ ഇറാന്റെ സ്ട്രാറ്റജി അതായിരുന്നു, ഈ സാച്ചുറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, ഇവിടെ ഈ യുദ്ധം തുടങ്ങി വരിക എന്നുള്ളത്, ഈ യുദ്ധം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ മുതലേ അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കണക്ക്, അന്ന് ആദ്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്തുണ്ടായിരുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3000 മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് യുദ്ധം ആസന്നമായി കഴിയുമ്പോൾ ധാരാളമായിട്ട് മിസൈലുകൾ ചൈനയിൽ നിന്നും ഇറാന് കിട്ടിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് വലിയ സഹായങ്ങൾ കിട്ടിയിട്ടില്ല, കാരണം റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ട് എൻഗേജ്ഡ് ആണ്. ഇപ്പോഴും ഇറാന്റെ കയ്യിലുള്ളത് പഴയ S-300 മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അത് തീർച്ചയായിട്ടും ഒരു സ്റ്റെൽത്ത് വിമാനങ്ങളെ ബ്ലോക്ക് ചെയ്യാനൊന്നും അത്ര പര്യാപ്തമല്ല. അത് പഴയ സിസ്റ്റമാണ്. അത് സ്റ്റെൽത്ത് ടെക്നോളജി വരുന്നതിന് മുമ്പേ ഉള്ള സിസ്റ്റമാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ ചൈന കുറെ റഡാർ സിസ്റ്റംസ് ഇറാന് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന
ടൈപ്പ് റഡാർ സിസ്റ്റംസ് കുറെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെയും നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും ഇത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാലേ അത് ട്രാക്ക് ചെയ്തോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെനിസ്വേലയിലും ചൈന ഇതുപോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള റഡാറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കബളിപ്പിച്ചിട്ടാണ് അമേരിക്ക വെനിസ്വേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2, ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 കാര്യങ്ങൾ ഇതിനകത്ത് സ്പെസിഫിക്കലി നമ്മൾ എടുത്ത് കാണണം. ഒന്നാമത്തെ കാര്യം, ഇതുപോലെയുള്ള അറ്റാക്കുകൾ യൂഷ്വലി നടക്കുന്നത് മിഡ് നൈറ്റിന് ശേഷമാണ്. വെളുപ്പിന് 2 മണി 2:30 3 മണിക്ക് ശേഷമാണ് നടക്കുന്നത്. ഈ സമയത്ത് ആൾക്കാർ ടയർഡായിരിക്കും, ഉറക്കം വരുന്ന സമയമായിരിക്കും. അപ്പൊ അവർ ഏറ്റവും കുറവ് ശ്രദ്ധ ആ യുദ്ധമേഖലയിലേക്കുള്ള ഒരു സമയമായിരിക്കും. അത് മനുഷ്യത്വപരമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള റീസൺസ് കൊണ്ട്. ഇവിടെ പകൽ ആക്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ആക്രമണം നടത്തി ഇറാനെ സർപ്രൈസ് ചെയ്യുക, കൺഫ്യൂസ് ചെയ്യുക, ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പകൽ ഒരു ആക്രമണം നടത്തും എന്നുള്ളത്. അത് മാത്രമല്ല, ഖമനയുടെ ഓഫീസിന്റെ മുകളിൽ നിന്ന് പുകച്ചുരുളുകൾ പോകുന്നതിന്റെ ദൃശ്യങ്ങളും വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഖമനയി ഒരു പക്ഷേ നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു റഷ്യയിലേക്ക് കടന്നിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ അതുപോലെ അണ്ടർഗ്രൗണ്ടിലുള്ള ഡീപ്പായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഖമനയി മരിച്ചു എന്ന് ഇപ്പൊ അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊന്നൊന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന് സാധ്യത വളരെ കുറവാണ്. കുറെ മിലിറ്ററി ടോപ്പ് ലീഡേഴ്സ് ഒക്കെ മരിച്ചു എന്നുള്ളത് ഇവര് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പൊ അത് ഒരു വശമാണത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമിലെ ആക്രമണം മാത്രമല്ല, ഇവർ ആദ്യം ചെയ്തത് ശക്തമായ സൈബർ ആക്രമണമായിരുന്നു. അപ്പൊ അവരുടെ ആ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മുഴുവൻ ഇവർ ഡിസേബിൾ ചെയ്തു. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് സാധാരണഗതിയിൽ പിന്നെ സീഡും ഉണ്ട്, പിന്നെ ഡീഡും ഉണ്ട്. സീഡ് എന്ന് പറഞ്ഞാൽ സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് എന്ന് പറയും. ഡീഡ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ്. ഇവർ ആദ്യം ചെയ്തിരിക്കുന്ന സപ്രഷൻ ആണ്, അതിനെ സപ്രസ് ചെയ്തു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് മുഴുവൻ അവർ ഹാക്ക് ചെയ്തു, താറുമാറാക്കി. വേറെ ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. ചൈനയാണല്ലോ ഇവരുടെ മെയിൻ സപ്ലൈസ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയാലും വാർ എക്യുപ്മെന്റ്സ് ആയാലും സിവിലിയൻ എക്യുപ്മെന്റ്സ് ആയാലും. ഇസ്രായേൽ നേരത്തെ കൂട്ടി ഒരുപാട് വാവേ ഫോണുകൾ വാങ്ങിയിട്ട് ഇതിനെ എടുത്തിട്ട് ഇതിനകത്ത് പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഹമാസിനിട്ട് പണ്ട് പേജർ വെച്ച പണി കൊടുത്തതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് ഇറാനിൽ ധാരാളമായിട്ട് ഇവർ വിറ്റിട്ടുണ്ട്. അതുവഴി ഇവർക്ക് ഒരുപാട് സീക്രട്ട് ഇൻഫർമേഷൻസും ലൊക്കേഷൻസും കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാന് ധാരാളമായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ തിരിച്ചും ആക്രമിച്ചിട്ടുണ്ട്, ഇനി ആക്രമിക്കുകയും ചെയ്തു. 1-2 ദിവസം കൊണ്ട്, നേരത്തെ ഉള്ള പാനലിസ്റ്റ് പറഞ്ഞ പോലെ 1-2-3 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് തീരാൻ പോകുന്നതല്ല. കാരണം ഖമനയിയെ പിടിക്കും എന്നുള്ളത് അമേരിക്ക ഉറപ്പിച്ച ഒരു കാര്യമാണ്, അതിനകത്ത് വ്യത്യാസമില്ല. ഇനി ഖമനയിക്ക് അറിയാം അയാൾ പിടിക്കപ്പെട്ടാൽ സദ്ദാം ഹുസൈന്റെ മേളിൽ ഇവർ എന്താണ് ചെയ്തത് എന്നുള്ളത് ഇവർ കണ്ടതാണ്. ഒസാമ ബിൻ ലാഡനെ എന്താണ് ചെയ്തത്? അവർക്ക് ആ റിലീജിയസ് റൈറ്റ്സ് പോലും ഇല്ലാതെ കടലിൽ കൊണ്ട് കെട്ടി താഴ്ത്തുമായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്ട്രോങ് ആയിട്ട് റിലീജിയസ് വാല്യൂസിൽ വിശ്വസിക്കുന്ന ആളുകളെ അപ്പൊ അവരുടെ ഡെഡ് ബോഡിയെ പോലും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഭയങ്കര പീഡനമായിരിക്കും. അത് ആലോചിക്കാൻ പോലും അവർക്ക് പറ്റില്ല. ശരിയാണ്. ഖമനയാണ് യുഎസിന്റെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം. ഏതായാലും ഖമനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഖമനയുടെ ഓഫീസ് കത്തി അമർന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നത്. ആ ദൃശ്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ധനേഷ് മുരളി ബഹ്റൈനിൽ നിന്ന് തുടരുന്നുണ്ട്. ബഹ്റൈൻ ഈ 5ാം കപ്പൽപ്പടയുടെ, അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് അവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഇപ്പോഴും ബഹ്റൈനിൽ ഉണ്ടല്ലോ അല്ലേ? കാരണം സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമ്പോൾ തങ്ങൾക്കെതിരെ നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഒപ്പം ചേരുന്ന രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എന്ന രീതിയിൽ തന്നെ വന്നാൽ അത് ബഹ്റൈനും ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം മനാമയിലെ അതൊരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതാണല്ലോ വീണ്ടും ആക്രമണം ഉണ്ടായാൽ. അങ്ങനെ ഒരു ആശങ്ക അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ആശങ്കകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇവിടെയുള്ള മലയാളി സമൂഹം അല്ലെങ്കിൽ ഇവിടെയുള്ള ഈവൻ ബഹ്റൈനീസ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ അവർ പോയിട്ടില്ല. ബാക്കി രാജ്യങ്ങൾക്കൊക്കെ നമുക്ക് അറിയാം ഇങ്ങനത്തെ ഒരു യുദ്ധ അന്തരീക്ഷമൊക്കെ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊരു പുതുമയാണ്. അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ആശങ്ക നിലവിലുണ്ടെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഇവിടെ ബഹ്റൈൻ നാഷണൽ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ട്. ഓരോ അരമണിക്കൂറിലും ഇപ്പോഴത്തെ അവസ്ഥയും അലേർട്ട് മെസ്സേജുകളും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പുകളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നമുക്ക് ഏതെങ്കിലും റിസ്ക് ഉള്ള സ്ഥലത്താണ് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷെൽട്ടറുകൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബഹ്റൈൻ നാഷണലിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ പാനിക് ആകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പക്ഷേ നമ്മൾ പരമാവധി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനും ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ. ബഹ്റൈനിൽ മാത്രമല്ല UAE-യിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ അബുദാബിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഒമാനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഖത്തറിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള
ഇറാന്റെ ആക്രമണങ്ങളാണ്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ പക്ഷേ GCC രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തുടർ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടി തന്നെ വരില്ലേ? തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പിൻവാങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ വരെ ആക്രമിച്ചുകൊണ്ട് അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളെയും, അയൽപക്കക്കാരായ രാഷ്ട്രങ്ങളെ മുഴുവൻ ആക്രമിക്കുക. ശരിക്കും പറയുന്നത് US-ന്റെ താവളങ്ങളാണ് തങ്ങൾ ആക്രമിക്കുന്നു പറഞ്ഞാലും അവർ മറ്റ് രാഷ്ട്രത്തിൻ്റെ പരമാധികാര മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അവർ ഇതിൽ കീഴടങ്ങാൻ പെട്ടെന്ന് തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതവരുടെ നേരത്തെയുമുള്ള പ്ലാൻ അങ്ങനെ തന്നെയായിരുന്നു. ഇസ്രായേലുമായിട്ടുള്ള വാറിലും അവർ അത്തരത്തിലാണ് ഉദ്ദേശിച്ചിരുന്നത്. ക്ലർജിയെ തന്നെ ഖമേനിക്ക് പകരം അടുത്തയാൾ, അതിനടുത്തയാൾ എന്ന രീതിയിലും, അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫിന് പകരം അടുത്തയാൾ, അതിനടുത്തയാളെന്ന് പറഞ്ഞൊരു ഹൈറാർക്കി സൃഷ്ടിച്ചുകൊണ്ട് ആ ഹൈറാർക്കിയെ വരെ നിലനിർത്തിക്കൊണ്ട് വാർ എങ്കിൽ വാർ, അതിൽ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന രീതിയിലേക്കാണ് അവർ എല്ലായ്പ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് ഇറാഖിന് സംഭവിച്ചത് എന്താണെന്നറിയാം, സദാം ഹുസൈന് സംഭവിച്ചത് എന്താണെന്നറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഒരു കടുത്ത നീക്കത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന് സംശയമില്ല. ഇത് അമേരിക്കയിലും പലർക്കും ഭയമുണ്ട്. ഒബാമയുടെ സെക്യൂരിറ്റി അഡ്വൈസർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ബെൻ റോഡ്, അദ്ദേഹം റോഡെന്നാണ് പ്രൊണൗൺസിയേഷൻ തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത് ഇത് US-നും ലോകത്തിനും അത്ര നല്ല കാര്യമല്ല എന്ന് തന്നെയാണ്. കാരണം ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ലോകത്ത് അശാന്തി പടർത്താനും വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിക്കാനും ഓയിൽ പ്രൈസ് കൂടാനും മൊത്തത്തിലൊരു ട്രാഫിക് ജാം എല്ലാ അർത്ഥത്തിലും വരുത്താനായിരിക്കും ഈ വാർ നീണ്ടുപോയാൽ ഉണ്ടാകുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വാർ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് അവരുടെ തന്ത്രമാണ്. അവർക്ക് ആയുധങ്ങൾ കുറവാണെങ്കിലും ഉള്ളവ വെച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. US-ൻ്റെ ആക്രമണം അഫ്ഗാനിസ്ഥാനെ തരിപ്പണമാക്കിയെങ്കിൽ പോലും കീഴടക്കാൻ കഴിഞ്ഞില്ല. അതായത് ഗ്രൗണ്ട് വാറിലേക്ക് പോകാത്തിടത്തോളം കാലം ഒരു രാഷ്ട്രത്തിനെ പൂർണ്ണമായും കീഴടക്കാൻ കഴിയില്ല. ഇറാൻ എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രമാണ്. ആ വലിയ രാഷ്ട്രത്തിൻ്റെ പരിധിയിൽ വെറുതെ ബോംബിട്ടത് കൊണ്ട് മാത്രം കീഴടക്കൽ നടക്കില്ല. അതിന് ഗ്രൗണ്ട് ഓപ്പറേഷൻസ് വേണ്ടി വരും. ആ ഗ്രൗണ്ട് ഓപ്പറേഷൻസിന് ഇപ്പോൾ US-ന് തയ്യാറുണ്ടോ? അവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഖേദകരമായ അനുഭവങ്ങൾ, നിരവധി മരണങ്ങൾ, ജോർജ് W. ബുഷിൻ്റെ കാലത്ത് ഉണ്ടായതുപോലെ, അഫ്ഗാൻ്റെ ആക്രമണത്തിൽ ഉണ്ടായതുപോലെയൊക്കെയുള്ള കാഷ്വാലിറ്റീസ് വന്നു കഴിഞ്ഞാൽ ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും സ്രോതസ്സിൻ്റെ ആയുധങ്ങളുടെ നഷ്ടവും ഒക്കെ ഉൾപ്പെടെ വരുമ്പോൾ അത് അമേരിക്കയ്ക്ക് താങ്ങാനാവുമോ എന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഇത് മറ്റൊരു വാർത്തയുണ്ട്. ഇപ്പോൾ ഇസ്രായേലി TV സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഖമനൈ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ശ്രീ സ്റ്റീഫൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രചരിക്കുന്നുണ്ടല്ലേ ഇസ്രായേലിൽ? പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമില്ല. പിന്നെ മറ്റൊരു വാർത്തയും ഇതേ ചാനലുകൾ തന്നെ കൊടുക്കുന്നുണ്ട്, ഇസ്രായേലി മാധ്യമങ്ങൾ. അത് ഖമനൈ രാജ്യത്തെ ഇറാനെ അഭിസംബോധന ചെയ്യും, ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാവും അക്കാര്യത്തിൽ എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെ ചിലപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്തതായിരിക്കാം എന്നുള്ള രീതിയിലും ഇതേ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇസ്രായേലിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്? അലി ഖമനൈ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണോ അവകാശവാദമുള്ളത് അവിടെ? ഈ പറഞ്ഞ രണ്ട് വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ആരും വ്യക്തമായ അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ന്യൂസുകാർ അതൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരു സ്ഥിരീകരണവും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ന്യൂസുകൾ രാവിലെ തൊട്ട് പ്രചരിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ വസതി നിന്ന സ്ഥലം നശിക്കപ്പെട്ടു, അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ, അതിന്റെ വീഡിയോ എല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രണ്ട് വാർത്തയും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആശങ്ക അത്ര മാത്രം ഇല്ലാത്തത് ഈ അയൺ ഡോം സംവിധാനം ഏത് മിസൈൽ ആക്രമണത്തെയും തകർക്കാൻ പര്യാപ്തമാണ് എന്നതാണല്ലോ. അതും കവിഞ്ഞ് ഇറാന്റെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയുണ്ടോ ഇപ്പോൾ അവിടെ? എന്താണ് പറയാൻ കഴിയുന്നത്? ആശങ്ക നമുക്ക് നിലവിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുക, അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ എല്ലാം ഇസ്രായേലിൽ സജ്ജമാണ്. അത്രയും സജ്ജമായത് കൊണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളികളുടെ ഇടയിലോ ഇന്ത്യക്കാരുടെ ഇടയിലോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആശങ്കയും നിലവിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഈ ഇറാന്റെ ഭാഗത്തുനിന്ന് നല്ലപോലെ ആക്രമണം ഉണ്ടായ സമയത്ത് പോലും ഇവിടെ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല, നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാവാത്ത സ്ഥിതിക്ക് അതുപോലെ തന്നെ ഇതിനെയും ഞങ്ങൾക്ക് നേരിടാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇവിടുത്തെ ഭരണാധികാരികളും ഭരണവും കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്.
അതായത് ഷാബു, നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇറാന് പരിമിതിയുണ്ട്, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പറഞ്ഞേ, അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറെ ആ മിസൈലുകളിൽ നല്ലൊരു വിഭാഗം, കുറെ അധികം മിസൈലുകൾ, 100 കണക്കിന് മിസൈലുകൾ ആ കഴിഞ്ഞ ജൂണിൽ ഏതാണ്ട് അവര് തീർന്നു, അവര് എക്സോസ്റ്റഡ് ആയത്. ഇനി അവരുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളേ ഉള്ളൂ. അവരുടെ കയ്യിലുള്ള വിമാനങ്ങൾ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് F-16 മുമ്പുള്ള F-13 ആ സാധനങ്ങളാണുള്ളത്. അതായത് അത്ര കുറഞ്ഞതൊരു 40-45 വർഷം എങ്കിലും പഴക്കമുള്ള വിമാനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. കാര്യം നമ്മൾ ഇവിടെ നമ്മുടെ മാധ്യമങ്ങള് ഈ ഇറാന്റെ ഈ ആയുധശക്തിയെ പറ്റി വളരെ എക്സാജറേറ്റ് ആയിട്ടുള്ള കഥകളാണ് മഞ്ജുഷ ഈ പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ അതൊന്നും ഇല്ല, അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ള മിസൈലുകൾ അത് പ്രിമിറ്റീവാണ്, അത്യാധുനിക മിസൈലുകൾ അവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇസ്രായേലിനൊക്കെ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റുന്നത്. പക്ഷെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനവും ഈ കഴിഞ്ഞ ജൂണിൽ അവര് തീർന്നു കഴിഞ്ഞു, അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇവർ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഈ കയ്യിലുള്ളത് വെച്ചിട്ട് ഞങ്ങൾ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ ഇറാൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കവറിംഗ് ഫയർ ആണ്. അതായത് ഖൊമൈനിയെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉന്നത നേതൃത്വത്തിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ഫയർ മാത്രമായിട്ടാണ് ഈ ഇറാന്റെ ഇപ്പോഴത്തെ ഈ പരാക്രമം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സൈനിക വിദഗ്ധരും അവര് അതിനെ എൻഡോസ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരു വലിയൊരു യുദ്ധം, ഒരു വലിയൊരു കോൺഫ്ലിക്റ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട കരുത്ത് ഇറാന് പണ്ടുമില്ല, ഇപ്പോഴൊട്ടും പ്രത്യേകിച്ച് ഇപ്പോഴും ഇല്ല. അതാണ് അതിന്റെ അവസ്ഥ, അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ഓൺലി ഒരു മാറ്റർ ഓഫ് ടൈം. ഇവിടെ ഈ റെജീം ചേഞ്ച് നമുക്ക് ഈ മാർച്ച് പകുതിക്ക് മുമ്പ് തന്നെ അവിടെ സംഭവിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, ശ്രീ സജിമോൻ ആന്റണി, ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇത് ഏത് രീതിയിലാണ് ട്രംപ് ഭരണകൂടം എങ്ങനെയാണിത് ഈ ഇറാന്റെ ഈ ആക്രമണങ്ങളെ തടുക്കുക? അത് അതാത് രാജ്യങ്ങൾ അവരുടെ സംവിധാനം ഉപയോഗിച്ചാണല്ലോ ഇപ്പോൾ ഇറാന്റെ ഈ ആക്രമണങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മിസൈലുകളെ തടുത്തിട്ടിട്ടുണ്ട് എന്നത്. ഇത് തന്നെയായിരിക്കുമോ ഇനി അങ്ങോട്ട് നടക്കാൻ പോവുക? അമേരിക്ക നേരിട്ട് ഇക്കാര്യത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും നടത്തുക ഇറാനെതിരെ? മഞ്ജുഷ്, അമേരിക്കൻ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വെനീസ്വലൻ വാർ തെളിയിച്ച ഒരു കാര്യമുണ്ട്. വെനീസ്വലയുടെ കയ്യിൽ വലിയൊരു ആർമിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എക്സ്പെഷ്യലി ഇതിന് മുമ്പ് പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞ ഒരു വേൾഡിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. S-300 ആണ് അന്ന് മുഖ്യമായിട്ടും ചർച്ച ചെയ്തൊരു കാരണം. അപ്പോൾ ആ S-300 ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അമേരിക്കൻ വെപ്പണറി അല്ലെങ്കിൽ അമേരിക്കൻ സ്ട്രൈക്ക് പ്രൂവ് ചെയ്ത് വെറും 1.5-2 മണിക്കൂർ കൊണ്ടിട്ട് അടിച്ചൊതുക്കി അവർ രാജ്യത്തിന്റെ അന്ന് അവരുടെ പ്രസിഡന്റ് അവർ ക്ലെയിം ചെയ്യുന്ന അവരെയും കൊണ്ടിട്ട് തിരിച്ച് അമേരിക്കയിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ലെ എന്താണ് നമ്മൾ ലേൺ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയുടെ ബേസിൽ നിന്ന് അല്ലെ റഷ്യൻ സപ്പോർട്ടുള്ള മിക്കവാറുള്ള വെപ്പണറി ഒക്കെ കൈൻഡ് ഓഫ് കൺവെൻഷണൽ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഇത്ര നിഷ്പ്രഭമാക്കാൻ പറ്റുന്നത് ഈ ഇതും 1.5-2 മണിക്കൂർ കൊണ്ട് എന്നത് വലിയ ഇതാണ്. രണ്ടാമത്തേത്, അമേരിക്ക കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഇതിന് വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് ഒരു ഡബിൾ സ്ട്രാറ്റജി ആയിരുന്നു. ഇൻ ദ സെൻസ്, ഒരു സൈഡിൽ അവർ ജനീവയിലും അവരുമായിട്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടൊക്കെ ചർച്ചയും നെഗോഷിയേഷൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അറ്റ് ദ സെയിം ടൈം ഈക്വലി ഇവിടെ നിന്നും എന്തുമാത്രം റിസോഴ്സുകൾ അങ്ങോട്ടേക്ക് മാറ്റാമോ ആ റിസോഴ്സുകളൊക്കെ മിലിറ്ററി അസറ്റ്സുകളൊക്കെ മാറ്റുകയും ഖത്തറിലേക്കും ജോർദനിലേക്കും മെയിൻ ബേസുകളിലേക്ക് മാറ്റുകയും കൈൻഡ് ഓഫ് ഇറാനെ വളഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനം കണ്ടു. ഇൻക്ലൂഡിങ് ഈവൻ യൂറോപ്യൻ യൂണിയനിലുള്ള അമേരിക്കൻ ബേസിലേക്ക് പോലും 150, 200, 300 ഒക്കെ ആയിട്ടുള്ള വലിയ ടാങ്കുകളും മിസൈലുകളും ഈ F-16 ഉൾപ്പെടെയുള്ള എല്ലാ മിലിറ്ററി അസറ്റ്സുകളും റീലൊക്കേറ്റ് ചെയ്യുകയും അമേരിക്ക അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഇന്നലെയോ മിനിങ്ങാന്നാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഓൾറെഡി അമേരിക്കയിലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാർഷിപ്പായ
ജെറാൾഡ് ഫോർഡ് പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ എബ്രഹാം ലിങ്കൺ അവിടെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഇങ്ങനെ എല്ലാ അസറ്റുകളും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെ റീഎൻഫോഴ്സ് ചെയ്യാനുള്ള എല്ലാം ആ മേഖലയിൽ സജ്ജമാക്കിയിരിക്കുന്നു. അപ്പൊ അതിനുള്ള ഒരു ടൈം കൂടെ ബൈ ചെയ്യുകയായിരുന്നു മേ ബി ട്രംപ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അഡ്മിനിസ്ട്രേഷൻ മിലിറ്ററി പറയുകയാണെങ്കിൽ. കാരണം ഈ ഒരു 2-3 ആഴ്ച കൊണ്ട് നടക്കേണ്ട എല്ലാ പ്രിപ്പറേഷൻ നടത്തി, എന്നാൽ ചർച്ച തെന്നിപ്പിരിക്കുകയാണെങ്കിൽ അടുത്തത് അടി എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി, ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, ഞാനിവിടെ ഒരു മണി ആയപ്പോഴാണ് ഇവിടുത്തെ ഈസ്റ്റേൺ ടൈമിൽ ഞാൻ കിടക്കുന്നത്. അപ്പം ആ ഒരു സമയം വരെ എനിക്കൊരു ഇന്നർ ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് രാത്രിയിൽ മിക്കവാറും മിലിറ്ററി സ്ട്രൈക്ക് വരും. കാരണം ട്രംപിന്റെ സ്പീച്ചുകൾ ഞാൻ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ വേർഡും ഓരോ സെന്റൻസും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ 1 മണി ആയിട്ട്, അതായത് അന്നേരം അവിടെ ഈ പറഞ്ഞ ടെഹ്റാനിൽ അല്ലെങ്കിൽ ഇറാനിൽ 3 മണി 4 മണി 4:30 ആയിരുന്നു. അപ്പൊ അതുവരെ ഞാൻ ടൈം നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു മേ ബി ഇന്നില്ല. സാധാരണ രീതിയിൽ ഫ്രൈഡേ നൈറ്റ് അല്ലെ സാറ്റർഡേ ആണ്, എന്നെ ഇന്നില്ല എന്ന് കരുതി കിടക്കുകയും ഒരു ഏതാനും മണിക്കൂർ, അതായത് മുമ്പ് പറഞ്ഞ എനിക്ക് തോന്നുന്നു മിസ്റ്റർ രഘു അന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞ മണിക്ക് തന്നെ സാധാരണ ഏർലി മോർണിംഗ് സ്ട്രൈക്കിന് പകരം ഇത്തവണ ഡേയിലാണ് അവർ പിക്ക് ചെയ്തത്. അപ്പം അതും ഒരു വ്യത്യസ്തമായ സ്ട്രാറ്റജി ആയിരുന്നു. ഏതായാലും അമേരിക്കൻ മിലിറ്ററി അസറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബിക്കോസ് ടെക്നോളജിക്കൽ എഡ്ജ് അല്ലെങ്കിൽ വാർഫെയറിലുള്ള എഡ്ജ് കാരണം അമേരിക്കയ്ക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ, ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് വേവ് ഓഫ് സീരിയസ് കൗണ്ടർ അറ്റാക്ക് ഇറാനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തോളും, അതിനുള്ള പ്രിപ്പറേഷൻ വേണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ടിലൂടെ പറയുന്ന ഇതാണ് അമേരിക്കയുടെ സ്ട്രാറ്റജി എന്ന് ട്രംപിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സീരീസ് ഓഫ് അറ്റാക്കുകൾ ഇനിയും ഉണ്ട്, വേവ് ഓഫ് അറ്റാക്കുകൾ ഇനിയും വരാനിരിക്കുന്നു. എന്നാലും ഇടയ്ക്ക് ചെറിയൊരു പോസ് കാണും. കാരണം എന്തുമാത്രം മിലിറ്ററി അല്ലെങ്കിൽ അസറ്റിന്റെ ലോസ് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ പോസ് കാണും. അത് കഴിഞ്ഞിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. സോ വിച്ച് മീൻസ് ഇതൊരു വൺ ടൈമിലുള്ള ഒരു ഹെവി സഡൻ സ്ട്രൈക്ക് കഴിഞ്ഞെല്ലാം വൈൻഡ് അപ്പ് ചെയ്ത ഒരു അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് അല്ല പോകുന്നത്. പക്ഷേ 7 മാസം മുമ്പ് ഏതാണ്ട് സമാന രീതിയിലുള്ള ആക്രമണമായിരുന്നുവല്ലോ. അത് പക്ഷേ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ നിൽക്കുകയും ചെയ്തുവല്ലോ അല്ലെ? അതെന്തുകൊണ്ട് അന്ന് നിന്നു എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു അസസ്മെന്റ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു, ശരിയായ ഒരു വിലയിരുത്തൽ അല്ലേ? മഞ്ജുഷ്, തീർച്ചയായും അതെ. കാരണം അന്ന് ട്രംപ് നേരത്തെ കയറി ക്ലെയിം ചെയ്തു, മീൻസ് ഇറാന്റെ എല്ലാ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയും നമ്മൾ അദ്ദേഹത്തിന്റെ വേർഡ് ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്നാണ്. അത് റിപ്പീറ്റഡ്ലി ഇവിടെ US കോൺഗ്രസിലും എല്ലാ ന്യൂസ് കോൺഫറൻസിലും എല്ലാം അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു വരുന്നു. അപ്പൊ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു മണിക്ക് തന്നെ ഒന്നെങ്കിൽ അന്ന് ഒബ്ലിറ്ററേറ്റ് ആയി, അല്ലെങ്കിൽ ഇല്ല. കാരണം അങ്ങനെ ആയുവെങ്കിൽ പിന്നെ ഈ 2-3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4-5 മാസം കൊണ്ട് ഇത്രമാത്രം ചേഞ്ച് വന്നോ, ഇത്രയും ബാലിസ്റ്റിക് മിസൈലിലേക്ക് 6 മാസം കൊണ്ട് ഇറാൻ പ്രിപ്പയർ ചെയ്തോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇവിടെ അമേരിക്കൻ ജനതയോടും ലോകത്തോടും അതിന് സമാധാനം. ഇറാന്റെ സാങ്കല്പികമായ ആണവായുധ ശേഖരം എന്നുള്ളതാണോ എന്ന് അല്ലേ ശ്രീ രഘുനാഥ്? അങ്ങനെയാണല്ലോ ഇത് അസ്ഥിരമായ ഈ സാങ്കല്പികമായ ആണവ ശേഖരം, അതാണോ ഈ ട്രംപ് ആവർത്തിച്ച് പറയുന്ന കാര്യം? ആണവ നിർവ്യാപനം എന്ന് പ്രഖ്യാപിത ലക്ഷ്യം ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ പക്ഷെ അവിടെ ഈ ഇറാന് ഇത്രമാത്രം ആണവ ശേഖരം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇതേ ട്രംപ് തന്നെയാണ് നേരത്തെ പറഞ്ഞത് നിർവ്യാപനമായി കഴിഞ്ഞുവെന്ന്. അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ഇതിനകത്ത് 2-3 കാര്യമുണ്ട്. ഒന്ന്, ഈ ആണവ നിർവ്യാപനം എന്ന് പറയുന്നത് ഒരു കാരണമായിട്ട് പറയുന്നത് ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്തും ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ വെപ്പൺസ് ഉണ്ട്, അതിനെ മുഴുവൻ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അവസാനം ഒന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടും സദ്ദാം ഹുസൈനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവര് കൊന്നുകളഞ്ഞു. അപ്പൊ ഇവിടെ ബേസിക്കലി ഇവരുടെ ഐഡിയ 2ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇറാൻ അമേരിക്കയുടെ ശക്തമായ ഒരു അലയായിരുന്നു. അതാണ് ഇപ്പോഴും ഇറാന്റെ കയ്യിൽ F-14 വിമാനങ്ങൾ ഉള്ളത്. F-14 എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ അമേരിക്കൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. അതാണ് ഇപ്പോഴും ഇറാന്റെ കയ്യിലുള്ളത്. റഷ്യയുടെ കുറച്ച് MiG-29 ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ഇറാന്റെ എയർ പവർ വളരെ വീക്കാണ്. യാതൊരു കാരണവശാലും അതൊരു ഒരു ശക്തമായ ആക്രമണം നടത്താൻ പ്രാപ്തമല്ല. അതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റെജീം ചേഞ്ച്. കാരണം ഈ ഖമേനി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവർ പതുക്കെ റഷ്യയുടെയും ചൈനയുടെയും അടിയിലേക്ക് അടുക്കുകയും അമേരിക്കയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ഷായുടെ കാലത്തായിരുന്നു ഇവര് അമേരിക്കയുടെ ശക്തരായ അലൈസ്. ഇപ്പൊ അമേരിക്കയ്ക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഓയിൽ മാത്രമല്ല അവരുടെ ഉദ്ദേശം. ഇറാനാണ് ചൈനയുടെ ഏറ്റവും വലിയ ഒരു ഓയിൽ സപ്ലയർ. ചൈനയെ സഫോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് റിക്വയർമെന്റ് ആണ്. വെനിസ്വേലനെ പിടിച്ചെടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും വെനിസ്വേലൻ ഓയിൽ 90% പോയിക്കൊണ്ടിരുന്നത് ചൈനയിലേക്കാണ്. ഇറാൻ ഓയിലിന്റെ 90% പോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയിലേക്കാണ്. കാരണം ചൈന ഏറ്റവും അധികം എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. അവിടുത്തെ പ്രൊഡക്ഷൻ നിന്നുപോകും ഈ ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ചൈന സഫോക്കേറ്റ് ചെയ്യുക. ട്രംപിന് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ എന്ന് പറയുമ്പോഴും
അമേരിക്ക ഗ്രേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചൈന പോലെയുള്ള രാഷ്ട്രങ്ങൾ തകരുകയും കൂടെ വേണം. കാരണം ആ ചൈനയിലെ മാനുഫാക്ചറിങ് മുഴുവൻ അമേരിക്കയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള പ്ലാനും പദ്ധതികളും ഉണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പൊ ഇതൊരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്, ഇസ്രായേലിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസും ഹൂത്തിയും ഹെസ്ബുള്ളയും ഇതാണ് സ്ഥിരമായിട്ട് ഇസ്രായേലിന് തലവേദനയായിട്ടിരിക്കുന്നത്. ഇത് മൂന്നും ഇപ്പൊ അവരെ എത്ര ആക്രമിച്ചിട്ടും കാര്യമല്ല. ഈ റൂട്ട് കോസ് അനാലിസിസ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന അവർക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറാന്റെ പ്രോക്സീസ് ആണ്. ഇവർ എത്ര ഹമാസിനെ നശിപ്പിച്ചാലും ഹൂത്തിയെ നശിപ്പിച്ചാലും ഹിസ്ബുള്ളയെ നശിപ്പിച്ചാലും ഇറാനിലുള്ളിടത്തോളം കാലം, അല്ലെ ഇറാനിലെ ഈ ഭരണകൂടം ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് ഉറക്കമുണ്ടാവില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 4 വലിയ ബോംബിൽ തീരാനുള്ളതേ ഉള്ളൂ. ചെറിയൊരു രാജ്യമാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇവിടെ റെജീം ചേഞ്ച് എന്നുള്ളത്. അതിലേക്കാണ് തീർച്ചയായിട്ടും ഇവർ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യൻ അലയിൽ നിന്നും ചൈന അലയിൽ നിന്ന് പിന്നെ അലയൻസിൽ നിന്ന് ഇറാനെ ഇവരുടെ സൈഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അങ്ങനെ ഏഷ്യയിൽ ഇവരുടെ സ്ട്രോങ് ഹോൾഡ് സ്ഥാപിച്ചെടുക്കുക. കാരണം ഇറാൻ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും വളരെ ക്ലോസ് ആയിട്ട് ഇവർ വന്നു കഴിഞ്ഞു. ഒരു ഉദാഹരണം തന്നെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ പിന്നെ ബഗ്രാം എയർബേസിന് ട്രംപ് ശക്തമായ ഒരു അവകാശം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു റഷ്യയും ചൈനയും എതിർത്തു. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴാണ് ഇപ്പൊ പാകിസ്ഥാനെ കൊണ്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു. ട്രംപ് 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഇടപെടുവെന്ന്. ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകുമല്ലെന്ന് അറിയില്ല. ആ ബഗ്രാം എയർബേസ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ, ചൈന, റഷ്യ ഇതിന്റെ എല്ലാം നടുക്ക് എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അമേരിക്കയുടെ മോഹങ്ങൾ ഇങ്ങനെ വളരെ വിപുലമാണ്. നമ്മൾ ഈ കാണുന്ന ഇവർ പ്രത്യക്ഷത്തിൽ പറയുന്നതല്ല ഇതിന്റെ കാരണങ്ങൾ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇറാന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ അവരുടെ പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റം വീക്കാണ്. S-300 സിസ്റ്റംസ് വെച്ചുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ സ്റ്റെൽത്ത് വിമാനങ്ങൾ F-22 ഒരു അച്ചർ വരെ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. F-35 ഒന്നും തടയാനായിട്ട് സാധിക്കില്ല. രണ്ടാമതായിട്ട് അവരുടെ എയർ പവർ വളരെ മോശമാണ്. പക്ഷേ ഷാബു പ്രസാദ് പറഞ്ഞതിൽ നിന്ന് ഒരു കുറച്ച് വിയോജിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്നാമത്, കഴിഞ്ഞ അറ്റാക്കിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ സമ്പൂർണ്ണമായിട്ട് തകർത്തു എന്ന് പറയുന്നത് ശരിയല്ല. ട്രംപ് തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുണ്ട് വി കുഡ് കോസ് സം ഡാമേജ്, പക്ഷെ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന്. കാരണം 3 സ്ഥലത്താണ് ഇവർ ഇതിനെ സമ്പൂർണ്ണമായിട്ടും ഇതിനെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുന്നത്. അവര് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് തന്നെ റിപ്പീറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുൻകാലങ്ങളിൽ. 24 മണിക്കൂറിൽ ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ശേഷി ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പൊ 90% വരെ എൻട്രി ചെയ്തല്ല 60% മേളിൽ എൻട്രി ചെയ്ത യുറേനിയം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അത് അമേരിക്കൻ അറ്റാക്കിൽ ആക്രമണത്തിൽ GBU-57 ബോംബ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പറയുന്ന ഡീപ് പെനിട്രേറ്റിംഗ് ബോംബ് തന്നെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാലും ഇവർക്ക് കാര്യമായ ഡാമേജ് ഇറാനിൽ നടത്താനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി എങ്ങനെയായിരുന്നോ അല്ലെ കേപ്പബിലിറ്റി എങ്ങനെയായിരുന്നോ അതിൽ നിന്നും ഒരുപാടൊന്നും താഴോട്ട് പോയിട്ടില്ല. മിസൈലിന്റെ കാര്യത്തില് ഈ കഴിഞ്ഞ ഇത്രയും കാലഘട്ടം കൊണ്ട് ഇറാൻ തീർച്ചയായിട്ടും പ്രിപ്പയർഡ് ആണ്. ഒരുപാട് മിസൈൽസ് അവരുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഇതാ മിസൈൽ ലോഞ്ചിങ് സിസ്റ്റംസ് ആണ് ഇപ്പം ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. ആദ്യം ആക്രമിച്ചത് അവരുടെ പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ അവർ നശിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് തന്നെയാണ്, മിസൈൽ ലോഞ്ചിങ് പാഡുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇറാനിലെ. ശ്രീ ധനേഷ് മുരളി, മറ്റൊരു കാര്യം ഞാൻ ധനേഷിലേക്ക്, കാരണം കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട് എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ എന്നുള്ളത്. അത് കേരളത്തിലുള്ളവർ കുറച്ചു ആശങ്കപ്പെടുന്നുണ്ട്. ഈ വിമാന സർവീസുകൾ റദ്ദായതാണ് ഇതിന് കാരണം. ഈ വിമാന സർവീസുകളെ കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങൾ നൽകാൻ കഴിയും ബഹ്റൈനിൽ നിന്ന് ധനേഷ്? എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ? നിർഭാഗ്യവശാല് നമുക്ക് അതിനെപ്പറ്റി യാതൊരു അപ്ഡേറ്റും ഇതുവരെ നിലവിലില്ല. രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമ്മളെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട് നാട്ടിലേക്ക് പോകേണ്ടവർ. പക്ഷെ ഇതുവരെ യാതൊരു അപ്ഡേറ്റുകളും നാട്ടിലേക്ക് പോകേണ്ട വിമാനത്തെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ഒമാൻ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള അവരുടെ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്, തിരിച്ചടിക്കും എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ പ്രാദേശികമായിട്ട് ഇങ്ങനെയുള്ള, അതായത് ഇപ്പോൾ ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും മറുവശത്ത് ഇറാൻ എന്നതിൽ നിന്ന് കൂടുതൽ വിശാലമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണല്ലോ. അവരും ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് ഞങ്ങളുടെ രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ നേരെയുള്ള ആക്രമണം എന്ന രീതിയിലാണല്ലോ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ ശ്രീ ധനേഷ്? ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ലേ ബഹ്റൈനിലും? തീർച്ചയായിട്ടും. ഇതിപ്പോ നമ്മളെല്ലാം 2 ടീമുകൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി മറ്റൊരു ടീമിലേക്ക് പോകേണ്ടിരുന്ന വിഷയം പോലെ ഇപ്പൊ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. അത് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 150 കൺട്രീസിലുള്ള ആൾക്കാരുണ്ട്, ചെറിയൊരു രാജ്യമാണെങ്കിൽ പോലും.
അപ്പൊ ഇവരെല്ലാവരും തന്നെ ഇത് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഇതൊന്നും ഫെമിലിയർ അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ പരിഭ്രാന്തി ഉണ്ട്. എന്നാൽ പോലും രാജ്യത്തിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ ഉള്ളത് കൊണ്ട്, ഇവിടെയുള്ള സിറ്റിസൺസിന് കൊടുക്കുന്ന സപ്പോർട്ടും പ്രൊട്ടക്ഷനും കൊണ്ട് നമ്മൾ അതിൽ റിക്കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ നമുക്ക് അറിയില്ല നാളെ എന്താ, അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ എന്താ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിലും നേരത്തെ 1/2 മണിക്കൂർ മുമ്പ് വരെ നമ്മൾ ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ. ഒമാനാണ് ഇതിനകത്ത് പ്രതികരിച്ചതിൽ, അവർക്കാണ് പ്രതികരണത്തിൽ കൂടുതൽ ശക്തി ഉണ്ടാവുകയും. കാരണം കഴിഞ്ഞ 3 വട്ട ചർച്ചകളിലും ഇല്ലേ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ആണവ നിർവ്യാപന ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ചിരുന്നത് ഒമാനാണ്. 2 തവണ ഒരു തവണ മസ്കറ്റിലും 2 തവണ ജനീവയിലുമായിട്ട് നടന്നു. ഇനി വിയന്നയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീ MS വേണുഗോപാൽ, ഇത് വിയന്ന ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സമ്മർദ്ദ നീക്കമായിട്ടും വേണമെങ്കിൽ കാണാവുന്നതാണല്ലോ, അതോ വിയന്ന ചർച്ചയുടെ ഭാവി തന്നെ അടയ്ക്കുന്നതാണോ ഇത്? UN ഭാവി തന്നെ അടയ്ക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ UN എന്ന് പറയുന്നത് US ആയിരിക്കുന്നു. ഇപ്പോൾ UN ആർമി വരുന്ന പോലെയല്ലേ US ഓരോ സ്ഥലത്തും പോയി ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇത് ലോക പോലീസ് ഞങ്ങളാണെന്ന് ട്രംപ് സ്ഥാപിച്ചെടുക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഇന്നില്ലാത്ത അവസ്ഥയാണ്. ഇത് യൂറോപ്പിനെ വരെ ശരിക്കും പറഞ്ഞാൽ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? പണ്ട് വുഡ്രോ വിൽസൺ 1917 ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ജർമ്മനി അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ലോകത്ത് സമാധാനം നിലനിർത്തുക, ലോകത്ത് ഡെമോക്രസി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ട്രംപ് പറയുന്നത്. ലോകത്ത് ഇപ്പോൾ ഇറാനിൽ ഞങ്ങൾ ഡെമോക്രസി നിലനിർത്താൻ വേണ്ടിയിട്ട്, അത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത് എത്രത്തോളം സമാധാനം നിലനിർത്തുമെന്നുള്ളത് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. 1917 സംവിധാനങ്ങളല്ല ഇന്നുള്ളത്, അന്നത്തെ യുദ്ധമുറകളല്ല ഇന്നുള്ളത്. കനത്ത നാശങ്ങൾ പലയിടത്തും വിതയ്ക്കാവുന്നതാണ്. എന്നാൽ എയർ അറ്റാക്ക് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രത്തെ കീഴടക്കാൻ പൂർണ്ണമായി കഴിയുമോ? പ്രത്യേകിച്ച് ഇറാനെ പോലുള്ള ഒരു രാഷ്ട്രത്തെ പൂർണ്ണമായി കീഴടക്കാൻ കഴിയുമോ? അവർക്കാണെങ്കിൽ സൈന്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ശക്തി തന്നെയാണ്. ചാവേർ ലൈനിലേക്ക് അവർ പിന്നോട്ട് മാറി ആക്രമണങ്ങൾ തുടരുമോ എന്നുള്ളതാണ് അടുത്ത് അറിയേണ്ട കാര്യങ്ങൾ. അവരുടെ ഭരണകൂടം എന്ന് പറയുന്നത് താഴെ തട്ട് വരെ നെറ്റ്വർക്കായിട്ട് പോകുന്ന ഒരു ഭരണകൂടമാണുള്ളത്. പിന്നെ അവിടുത്തെ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ ഒരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ 10,000-കണക്കിന് ആളുകളെ വധിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അവിടുത്തെ ഇവിടെ ഒരു ഭരണകൂട മാറ്റത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇറാനിയൻ ജനതയ്ക്കാണ്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകി. അവർ ഹെൽപ്ലെസ് ആണ്, അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒക്കില്ല. അങ്ങനെയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ US അവിടെ ലാൻഡ് ഓപ്പറേഷന് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ സൗദി വഴിയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴിയോ ഒരു ലാൻഡ് ഓപ്പറേഷന് ലാർജ് സ്കെയിലിൽ അമേരിക്ക വന്നെങ്കിൽ മാത്രമേ അതിന്. പക്ഷേ ഇപ്പോൾ ഒരു കരയുദ്ധത്തിന്റെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുവാനുള്ള സാധ്യത കുറവാണല്ലോ അല്ലേ ശ്രീ സജിമോൻ? അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അല്ലേ? മഞ്ജുഷ, ഇതിനു മുമ്പ് പറഞ്ഞ പാനലിസ്റ്റിനോട് ചെറുതായിട്ട് ഞാൻ വിയോജിക്കുകയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് യുദ്ധത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോയി കര ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ട്രെൻഡിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ മിനിമൈസ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഓപ്പറേഷനും എന്നാൽ ഹെവി ബോംബാർഡ്മെന്റ് എയറിൽ നിന്ന് വരുന്ന ഒരു സിനറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ തന്നെ തനിയാവർത്തനമായി പോകുന്നത്. രണ്ടാമത്തേത്, എന്താണ് ട്രംപിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖമനിയെ പുറത്താക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇറാൻ മൊത്തം പിടിച്ചെടുത്തിട്ട് അവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലും അമേരിക്കൻ സൈന്യത്തെ കൊണ്ട് ഭരിപ്പിക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് അല്ല. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നുവെങ്കിലും മേ ബി ഈ പറഞ്ഞു പോകണ്ടൊക്കെ ഒരു ലാൻഡിനും കരയുദ്ധത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു, അതായത് അമേരിക്കൻ ബൂട്ട് അവിടെ ഗ്രൗണ്ടിൽ വരുന്നത് എപ്പോഴും ഇവിടെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതായത് ഇവിടുത്തെ പൊളിറ്റിക്സ്, ലോക്കൽ പൊളിറ്റിക്സ് പറയുമ്പോൾ അത് ഏത് പ്രസിഡന്റ് അതിന് പോയാലും അതിന് വലിയൊരു ബാക്ക് ഫെയർ അവർ ഇവിടെ ഇന്റേണലി ഇവിടെ നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു തരത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു ഹെവി ബോംബാർഡ്മെന്റ് ഇത് വന്നിട്ട് വളരെ മിനിമൈസ് ആയിട്ടുള്ള ഒരു കരയുദ്ധമല്ല. അതുകൊണ്ട് മാത്രം ഇറാനെ കീഴടക്കാൻ കഴിയുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? ഇവിടുത്തെ ട്രെൻഡ് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇവിടെ നിന്ന് ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഖമനിയെ പുറത്താക്കി ഞാൻ ആ യുദ്ധം ജയിച്ചു എന്ന് ട്രംപിന് ഡിക്ലെയർ ചെയ്യണം. ആ ഒരു പാറ്റേണിലേക്കാണ് പോകുന്നത്. എക്സാക്ട്ലി വെനിസ്വലയിൽ നടന്നത് എന്തുകൊണ്ടാണ്? വെനിസ്വലയിൽ അവിടെയുള്ള പ്രസിഡന്റിനെ പിടിച്ചു, ഞങ്ങൾ ആ യുദ്ധം ജയിച്ചു, അത് കഴിഞ്ഞിട്ട് വെനിസ്വലൻ ജനതയ്ക്ക് വേണ്ടി കൊടുത്തു എന്നുള്ള രീതിയിൽ അവിടെ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളത് രഘുനാഥ് ഈ ഒരു യുദ്ധതന്ത്രം തന്നെയല്ലേ? അവിടെ ഒരു ഇപ്പൊ വെനിസ്വലയിൽ ഭരണകൂടം സ്ഥാപിക്കുക എളുപ്പമാണ്. അവിടുത്തെ പ്രസിഡന്റ് പോയാൽ തീർന്നു. പക്ഷേ ഇവിടെ ഖമനി പോയാൽ അടുത്ത ആൾ റെഡിയാണ്, അത് പോയാൽ അടുത്ത ആൾ റെഡിയാണ്. ഈ ഒരു സംവിധാനത്തെ കൂടെ പൊളിക്കാതെ ഇറാനെ പൂർണ്ണമായും കീഴടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്
പൊതുവിലുള്ള അഭിപ്രായം, വെസ്റ്റേൺ മീഡിയ ഉൾപ്പെടെ ആ ഒരു അഭിപ്രായത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ചാവേറുകൾ അടക്കം ഉള്ള ആക്രമണം അല്ലെങ്കിൽ ഒരു തീവ്രവാദി ശൈലിയിലേക്ക് ഈ ആക്രമണങ്ങൾ മുന്നോട്ട് പോയാൽ അത് വെസ്റ്റ് ഏഷ്യയുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമായി തീരുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ട് എന്നുള്ളത് അങ്ങ് തിരിച്ചറിയണം. ഞാൻ ഒന്ന് ആഡ് ചെയ്യുന്നു മാത്രം. എന്നോ ഇത് ക്ലാസിക്കൽ ഒരു ഡെമോക്രസിയും ഓട്ടോക്രസിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഡെമോക്രസിയിൽ ഒരു ലീഡർ പോയി കഴിയുമ്പോഴത്തേക്കും അടുത്ത ഭരണകൂടം നാച്ചുറലി വരും. അങ്ങനെ ഒരു സീനറിയോ ഇങ്ങനെ ഇറാൻ അല്ല ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നില്ല. കാരണം അവർക്ക് ഡു ഓർ ഡൈ ആണ്. ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർ ഭരണാധികാരിയായിട്ട് മാത്രമേ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ട് പോയി അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഒന്നെങ്കിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് മരിക്കുക, അല്ലെങ്കിൽ ആ കണ്ടിന്യൂസ് ആയിട്ട് 5, 50, 100 വർഷം വേണമെങ്കിൽ ആ ഒരു തലമുറയായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഇറാനെ തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഘടകം അല്ല. ഈവൻ ഇറാനിൽ പോലും അങ്ങനെ ഒരു ലെയർ, അഡീഷണൽ ലെയർ ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഇറാനും ഈ പറഞ്ഞ ഒരു ഖമനിയുടെ അതുകൊണ്ട് ആ ഒരു അവിടെ ആ ചുറ്റുകൾ വട്ടം കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഡെമോക്രാറ്റിക്കലി വേയിൽ ഇറക്ട് ചെയ്ത ഒരു ഭരണകൂട്ടമല്ല അവിടെ ഉള്ളത്. എന്നല്ല ഞാൻ വെനിസ്വലയെ ഇറാനെ ഇക്വേറ്റ് ചെയ്യുകയല്ല, ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു. അവരുടെ വെപ്പണറിയുടെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും സൈസിന്റെ കാര്യത്തിലും ഒക്കെ ഇറാനിന് വ്യത്യാസമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഒബ്ജക്റ്റീവ് എന്താണെന്ന് മാത്രമേ ഞാൻ പറയൂ. മഞ്ജുഷേ, ഒരു വാറിന്റെ ഉദ്ദേശമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ അവരുടെ ഉദ്ദേശം ഒരു റെജീം ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു റെജീം ചേഞ്ച് നടത്താനായിട്ട് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് മസ്റ്റ് ആണ്. അതായത് അമേരിക്കൻ ആർമി ഇറാനിൽ പ്രവേശിക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പോസിഷൻ ആർമി ആ രാജ്യത്തേക്ക് പ്രവേശിക്കാതെ ഒരു റെജീം ചേഞ്ച് നടത്താൻ സാധ്യമല്ല. ഒന്നാമത്തെ കാര്യം, ഖമനയി അയാളുടെ സക്സസറേയും എല്ലാം ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കയറി വരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് ഏരിയൽ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏരിയൽ അറ്റാക്ക് നടത്തുന്നത് ഇറാനെ സമ്പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഏരിയൽ അറ്റാക്ക് നടത്തുന്നത് ഇറാന് റിട്ടാലിയേറ്റ് ചെയ്യാനുള്ള കഴിവ് സമ്പൂർണ്ണമായിട്ടും, ആദ്യം അവരുടെ എയർ പവറിനെ നശിപ്പിക്കുക, അവരുടെ മിസൈൽ പവറിനെ നശിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് അവരുടെ ആർമി പവറിനെ നശിപ്പിക്കുക. കാരണം അത് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ചാവേറുകളായിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർമി ഇറാന് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മിസൈൽ പവർ, ആർമി പവർ മാത്രം കൊണ്ടാണ് ഇറാൻ ജീവിക്കുന്നത്. നേവൽ പവർ പോലും ശക്തമല്ല. അവരുടെ സ്പെൻഡ് ചെയ്യാനായിട്ട് റിസോഴ്സസ് ഇല്ലായിരുന്നു. അവര് ഈ സാങ്ഷൻസ് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കായിരുന്നു. പൈസ ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അങ്ങനെ വരുമ്പോ അവരുടെ ആ ഒരു തിരിച്ചടിക്കാനുള്ള കഴിവിനെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇറാഖിൽ ചെയ്തതുപോലെ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് അവിടെ ഉണ്ടാവും. ഇവരുടെ അമേരിക്കൻ ആർമി അവിടെ തീർച്ചയായിട്ടും എൻട്രി ചെയ്തിട്ട് ഈ റജീമിനെ കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞിട്ട് ഷായുടെ ഭരണകൂടം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അമേരിക്കൻ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. അപ്പം ഇതിനു മുമ്പായിട്ട് ശ്രീ ആന്റണി പറഞ്ഞതുപോലെ അമേരിക്കയിൽ അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രംപിന്റെ പ്രശ്നം എന്താ? ട്രംപ് കയറിയിട്ട് ഇപ്പൊ വർഷം 1 കഴിഞ്ഞു. ഒന്നും അയാൾ നേടിയിട്ടില്ല, ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്തണം. നവംബറിൽ ഇലക്ഷൻ വരെയാണ്. അപ്പൊ 4 സീറ്റ് കിട്ടണം. അപ്പൊ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കണം. അപ്പൊ ഒന്നിൽ ഇറാനിലെ റെജീം ചേഞ്ച്. ഇപ്പൊ വെനിസ്വേല എന്ന് പറയുന്നത് ഇപ്പം പണിയായിട്ടിരിക്കുകയാണ്. കാരണം വെനിസ്വേലൻ ഓയിൽ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി, എന്നിട്ട് അവിടുത്തെ കുറച്ചും കൂടെ പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഓയിലാണ്. അവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾ ഇപ്പൊ പിന്മാറുകയാണ്. അപ്പൊ അതിനെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണിക്കാനായിട്ട് ട്രംപിന് പറ്റുന്നില്ല. ഇനി ഇതേ ഉള്ളൂ. ഇപ്പൊ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരു പാനലിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ വഴി, അതിനാണ് പാകിസ്ഥാനെ ഇവർ ഈ വെള്ളവും കൊടുത്ത് വളർത്തി വെച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ കൊണ്ട് ഇറാനെ ബാക്ക് സ്റ്റാബ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു ശക്തമായ ഒരു അജണ്ടയാണ്. പക്ഷെ പാകിസ്ഥാൻ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ വാറിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ ഇപ്പൊ അങ്ങോട്ട് തിരിയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് കാണാൻ സാധിക്കും ട്രംപിന്റെ ശക്തമായ ഒരു ഇടപെടല് എത്രയും പെട്ടെന്നുണ്ടാവും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വാറിൽ. അതിനെ ഒരു സീസ് ഫയറിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ആർമീനെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയത്ത് പാകിസ്ഥാൻ ആർമീനെ ഉപയോഗിച്ചിട്ട് ഇറാനിലേക്ക് ഒരു പ്രവേശനവും കൂടെ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ ആർമി ഈസ് ഓൺ സെയിൽ. അവര് എവിടെ വേണമെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ആർമിയെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത് മുന്നോട്ട് തന്നെ പോകും. കാരണം ഖമനയി ഈ യുദ്ധം അവസാനിപ്പിക്കില്ല. പക്ഷെ ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇത് ചർച്ച ചെയ്തിട്ട് യുണൈറ്റഡ് നേഷൻസ് ഇടപെടണം, പരിഹരിക്കണം, ഞങ്ങൾ തയ്യാറാണ് ചർച്ച ചെയ്യാനായിട്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇറാന്റെയും കോൺഫിഡൻസ് അത്ര ഹൈ അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശരി. ഇപ്പോൾ സിയാലിന്റേതായിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. പാസഞ്ചർ അഡ്വൈസറിയാണ് വന്നിട്ടുള്ളത്. അതിൽ റദ്ദാക്കിയ ഫ്ലൈറ്റുകളുടെ വിവരങ്ങളും വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 7:25 ഷാർജ ഫ്ലൈറ്റ് റദ്ദാക്കിയിരിക്കുകയാണ്. 7:55 അബുദാബി, പിന്നീട് 6 അത് കഴിഞ്ഞു പോയതാണ്. പിന്നെ
11:25 മസ്കറ്റ് വിമാനം റദ്ദാക്കി, 11:15 ദുബായ് വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചേറെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊച്ചിയിൽ എത്തിച്ചേരേണ്ട വിമാനങ്ങൾ റദ്ദായവയിൽ 6:40 ഷാർജ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, 7:15 അബുദാബി ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, 7:50 അബുദാബി, 8:45 അബുദാബി, 10:10 ദുബായിൽ നിന്ന് വരുന്ന വിമാനം അത് റദ്ദാക്കിയിട്ടുണ്ട്. 12:10 ഷാർജയിൽ നിന്ന് വരേണ്ട വിമാനം അതും റദ്ദായവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കുവൈറ്റിൽ നിന്ന് 1:55 എത്തിച്ചേരേണ്ട വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവിടുത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം രൂക്ഷമാക്കിയതോടുകൂടി വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഗൾഫ് രാജ്യങ്ങളിൽ GCC രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുകയാണ്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഏറെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുമുണ്ട്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ നടപടി ശരിയോ? ശരിയാണെന്ന് 35% പ്രേക്ഷകർ, തെറ്റെന്ന് 61% പ്രേക്ഷകർ. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.